ഹലോ, അപ്പോൾ നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഇപ്പോൾ മാങ്ങ വീട്ടിൽ അധികം കിട്ടുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ അത് നന്നായിട്ട് മുറിച്ചെടുക്കുക നീളത്തിൽ. എന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി തന്നെ ആയിക്കോട്ടെ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതെടുത്ത് അടുപ്പിലേക്ക് വെക്കുക. അത്യാവശ്യം ഫ്ലെയിം കയറ്റി വെച്ചോളൂ കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം. തേങ്ങ, ജീരകം, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇത് തിളച്ച് കിട്ടി. എന്നിട്ട് ഒരു കയ്യിൽ വെച്ച് നന്നായി ഉടയ്ക്കുക. അപ്പോൾ ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ആ തേങ്ങയ്ക്ക് വടിച്ച് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ കളർ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കളറുള്ള മുളക് പൊടിയും കൂടി ചേർത്തു. മുളക് പൊടി ഇട്ട് ഉടനെ ഇളക്കരുത്, തിളച്ച് കഴിഞ്ഞിട്ട് ഇളക്കുക. പിന്നെ അത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് വറുത്തിടുക. വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, കരിവേപ്പിൻ്റെ ഇല, പിന്നെ വറ്റൽമുളക് കൂടി ചേർക്കണം. അത് വീട്ടിൽ തീർന്നു പോയി, സോ ചേർത്തില്ല ഞാനത്. എന്നിട്ട് ഒന്ന് വറുത്തിടുക. അപ്പം തന്നെ നല്ല മണം കേട്ടോ. ആ ഒരു ഫ്ലേവർ നല്ലോണം പുറത്തേക്ക് വരും. ചിലവർ മാമ്പഴത്തിന് മധുരം ഇല്ലെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് നല്ല മധുരമായതുകൊണ്ട് എനിക്ക് ചേർക്കേണ്ട വന്നില്ല കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ.